ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അഗി സ്റ്റോക്സ്. എൻ്റെ പേര് സജിൻ. ആക്ച്വലി ഇതെൻ്റെ വൈഫിൻ്റെ ചാനലാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ചുമ്മാ ഒരു വീഡിയോ ചെയ്യുന്നതേ. ഇതൊരു പുതിയ ഐറ്റമോ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഐറ്റമോ ഒന്നല്ല. നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ സാധാ ഒരു ഫിഷ് കറി ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ ചെയ്യുന്നേ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മളിന്ന് മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു മൺചട്ടിനകത്താണ്. ഇതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറയാം. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു അത്യാവശ്യം സൈസുള്ള ഒരു ഇഞ്ചി, പിന്നെ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതാണ്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും ഒരു ചെറിയ നോർമൽ സൈസുള്ള ചെറിയൊരു സവോളയും, ചെറിയുള്ളി ഒരു 5-10 ഉണ്ട്. പിന്നെ കുറച്ച് പുളി വെള്ളത്തിൽ കുതിരായിട്ട് വെച്ചിട്ടുണ്ട്. അത് കുതിർന്ന് തന്നാൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ വെജിറ്റബിൾ ചോപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ ഇൻഗ്രീഡിയൻസ് പറയുന്ന കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയതാണ്. ഒരു 2 ചെറിയ തക്കാളി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഐറ്റംസൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു അടുത്തൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഐറ്റം ഇവിടെ ഉണ്ട്. തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്താണ്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ലാഗ് കേട്ടോ. അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ഇടുന്നു. എന്നിട്ട് നല്ലപോലെ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇട്ടിരിക്കുന്ന ഉള്ളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം സോർട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇടാം. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ നല്ല വാടി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി വേണ്ടുന്നുള്ളൂ. ദെൻ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി. എനിക്ക് അത്യാവശ്യം എരിവും പുളിയും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഒരു 7 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാനിവിടെ ഒരു ചെറിയ 3 സ്പൂണ് മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. എരിവ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുളി ഇടുന്നത്. 2 തക്കാളി യൂസ് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് എരിവും പുളിയും ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ആ വെളിച്ചെണ്ണ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളവർക്ക് ഫിഷ് മസാല ഉണ്ടെങ്കിൽ ഫിഷ് മസാല യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഫിഷ് മസാല യൂസ് ചെയ്തിട്ടില്ല. നമ്മളൊരു ഹോംലി മേഡ് സാധനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് എന്താക്കണം, നമ്മൾ നേരെ സെറ്റാക്കി വെച്ചാൽ ഈ പുളിവെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഇതിന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഐറ്റം ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് കുറുകി മസാലയൊക്കെ ഒന്ന് സെറ്റായി വെന്ത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം മത്തിക്കറിയാണ്. നമുക്ക് എന്താക്കാം, മത്തി ഇതിനകത്തേക്ക് ഇടാം. ഓക്കെ, ഇനി മീനൊന്ന് വേകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ അടച്ചു വെച്ച് മീൻ വേകുന്ന വരെ ഒന്ന് വേവിച്ചേക്കാം. ഓക്കെ, ഏകദേശം ഒരു 10 മിനിറ്റിനടുത്തായി ഇത് വേവുന്നു. അപ്പോൾ നമുക്ക് നോക്കാം സെറ്റായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം മീനൊക്കെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം സംഭവം ഇതിനകത്ത് നമുക്ക് കറിവേപ്പില ഇടാവുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് കറിവേപ്പില ഇവിടെ ഇപ്പം റെഡി സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. സ്റ്റവ് ഓഫ് ചെയ്തു.
ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ട് ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയുടെ കൂടെ കഴിക്കാം. മറ്റേ ചോറിൻ്റെ കൂടെ കഴിക്കാമോ ഞാൻ അതിൽ കഴിച്ചു നോക്കില്ല. സംഭവം ഞാൻ അരി ഭക്ഷണം കഴിക്കാറില്ല. അതുകൊണ്ട് ചപ്പാത്തിയുടെയും പൊറോട്ടയും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും വീട്ടിലൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പം സംഭവം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ശരി.